ഞാൻ പബ്ലിക്കില് തുണിയില്ലാണ്ട് നിൽക്കാം. യൂസ് ചെയ്തവന്മാരുടെ ഭാര്യമാരെ വിടും. അത് കിട്ടിയിരുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മളെ വേശ്യായിട്ട് അപ്രോച്ച് ചെയ്യുക അല്ലേ? മറ്റുള്ളവർക്ക് വിൽക്കാനുള്ള മാർഗം ഉണ്ടാക്കുക ഒരു മടിയിലാണ്ട്. അത് ഞാൻ പബ്ലിക്കിൽ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കൊള്ളില്ലാത്തവളായി. ഞാൻ സഹായിച്ചിട്ടുള്ള ഒരാളും എന്നെ തിരിച്ച് സഹായിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടുള്ളൂ. എന്താ പോസ്കോ പ്രതിയാണ്, ഏളമക്കര സ്റ്റേഷനിലാണ് ആ കേസുള്ളത്. എന്താ പറയുക, എൻ്റെ ഒരു മാറിൻ്റെ വിടവ് കണ്ടാലോ കുറ്റം പറയുന്ന ആൾക്കാർ സണ്ണിൻ്റെ ബാക്കിൽ സണ്ണി ചേച്ചി ഉയർന്നു പറഞ്ഞിട്ട് ക്യാപ്ഷൻ കാണാൻ എല്ലായിടത്തും. ഇപ്പോഴും അതേ ഒരു പെൺകുട്ടിയെ ഒരു ആളുടെ കൂടെ കണ്ടു കഴിഞ്ഞാൽ അവിഹിതമാണ്. 10 വയസ്സുള്ള കുട്ടിയെ നോക്കി സ്കൂളിൽ പോകുമ്പോൾ ഷക്കീല എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഉള്ളത് ഒരു പെൺപുലിക്കൊപ്പമാണ്. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അത് നേരിടാൻ ചങ്കുറപ്പുള്ള ഒരു പെൺപുലി. ഫൈറ്റ് മാസ്റ്ററാണ്, ഡാൻസറാണ്, ആക്ടേഴ്സാണ്. അങ്ങനെ നിരവധി മേഖലകളിൽ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ധന്യ എന്ന കാളി മനോജ്. കാളിയോടൊപ്പമാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. കുറേ വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഈ ചങ്കുറപ്പിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചറിയാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം നമുക്ക് ചോദിച്ചറിയാം. തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ചങ്കുറപ്പ് അത് കുറേ വീഡിയോസിലും നേരിട്ടും ഒക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടതാണ്, 12ാമത്തെ വയസ്സിലോ 10ാമത്തെ വയസ്സിലോ വേശ്യ എന്ന വിളി കേട്ടുകൊണ്ടാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത് എന്നുള്ളത്. ആ സമയത്ത് ഒരുപക്ഷെ ആ വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്തൊരു കൊച്ചുകുട്ടിയായിരിക്കും ഈ ധന്യ എന്ന് പറയുന്ന 10 വയസ്സുകാരി. എങ്ങനെയാണ് അവിടെ നിന്ന് ഈ ഒരു ചങ്കുറപ്പുള്ള പെണ്ണിലേക്കുള്ള ഒരു ദൂരം, ഒരു നടത്തം, ഒരു പ്രതിസന്ധി ഒക്കെ എങ്ങനെയായിരുന്നു? ആദ്യമൊന്ന് പറയട്ടെ, ഈ കാളി മനോജില്ല. ഞാനൊരു വാലിൻ്റെ സഹായത്തിലല്ല ജീവിക്കണേ. മനോജ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ശരിയല്ലാത്തതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. പിന്നെ ചങ്കുറപ്പ് നിങ്ങൾ തന്നെ പറഞ്ഞു, 10 വയസ്സ് തുടങ്ങി എന്താ പറയുക അനുഭവിച്ചാണ്. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ വരുമ്പോൾ ഏതൊരു പെണ്ണിനും കിട്ടുന്നൊരു ചങ്കുറപ്പ് എനിക്ക് കിട്ടിയേക്കണേ. ഇപ്പോൾ ചെറിയൊരു ഇൻസിഡൻറ്റിൽ പോലും ഒരു പെണ്ണിന് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല എന്നൊരു ചങ്കുറപ്പ് കിട്ടുമ്പോൾ ഇത്രയും വലിയൊരു സ്ട്രഗിൾ, അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക. 10 വയസ്സുള്ള കുട്ടിയെ നോക്കി സ്കൂളിൽ പോകുമ്പോൾ ഷക്കീല എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഷക്കീല ആരാണെന്ന് അറിയാൻ പാടില്ലാണ്ടുള്ള ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് ആ ഷക്കീല എന്ന് പറഞ്ഞ ആളെ ഒരു പോസ്റ്ററിലൂടെ ഇതാണ് ഷക്കീല എന്ന് പറഞ്ഞ് കാണിച്ചു തന്നിട്ട് എന്താ പറയുക, നമ്മളൊരു മാഗസിൻ പഴയ സ്റ്റോറിലൊക്കെ കാണാം മാഗസിനിൽ തൂക്കിട്ടേക്കണേ. ആ മാഗസിൻ്റെ അകത്ത് ഷക്കീൽ ഇതാണെന്നും പറഞ്ഞിട്ട് ആ ബുക്ക് എടുത്ത് ആ ഷക്കീൽ ആരാണെന്ന് നോക്കാൻ വേണ്ടി മാത്രമായിട്ട് ആ ബുക്ക് എടുത്തുകൊണ്ട് പോയി അത് ആരാണെന്ന് വായിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ ഉള്ള മെൻറ്റാലിറ്റിയിൽ ഇന്നും ഞാൻ വൈപ്പിൽ പാലിറങ്ങിയിട്ട് മീൻ മേടിക്കാൻ ചെല്ലുമ്പോൾ അയാളെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നശിപ്പിച്ചത് എൻ്റെ ബാല്യ, അത് നിനക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പുറകെ നഷ്ടപ്പെട്ടത് എൻ്റെ ജൗവനം അല്ല, എൻ്റെ ലൈഫിലോ ഇനി നശിപ്പിക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ ആരെ നോക്കാനാ? ചങ്കർപ്പൂടി. ഇപ്പോൾ എന്താ പറയുക, കഴിഞ്ഞ ദിവസം എന്നെ 3 പേര് തല്ലി. അപ്പോഴും ആ തല്ല് നിന്ന് കൊണ്ടിട്ട് എനിക്ക് പിറ്റേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് സ്കാനിങ് ഒന്നുമില്ല. ഞാൻ എന്താണെന്നറിയോ, ചങ്കുറപ്പെന്ന് പറഞ്ഞ അനുഭവത്തിലൂടെ ഉണ്ടാവണം. അറിവില്ലാത്ത പ്രായത്തിൽ നമ്മൾ ഇരുട്ടിനെ ഭയക്കും അല്ലേ? ആ ഇരുട്ടിനെ തന്നെ നമുക്ക് കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഇരുട്ടിനെ നമ്മൾ ഭയക്കില്ല. ഇപ്പം എൻ്റെ മോക്ക് ഇരുട്ടിനെ ഭയമല്ല. ഏത് പ്രശ്നം വന്നാലും തനിച്ചിരുന്നാലും എത്ര വലിയ ഹൊറർ മൂവി കണ്ടാലും മറ്റുള്ളവരെ കണ്ണുകുത്തിക്കുമ്പോൾ അവൾക്ക് ഭയമില്ല. കാരണം അവൾ ആ ചെറുതിലേ മുതലേ, അതായത് എൻ്റെ ഗർഭപാത്രം മുതലേ അവളത് അറിഞ്ഞു കഴിഞ്ഞു. ഭയമില്ല എന്നുള്ളത് ആ ഒരു ഫീലിങ്സ് അവൾക്കില്ല. ഞാൻ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട്. അപ്പം അനുഭവം എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ പാടാണ്. ഓരോ വർഷം നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൽ ഉണ്ടാവുന്ന കുറേ പിഴവുകളുണ്ടാവും, കുറേ വീഴ്ചകളുണ്ടാവും, കുറച്ച് നന്മകളുണ്ടാവും. ആ വീഴ്ചയിൽ നമ്മൾ എണീറ്റത് എങ്ങനെ? ഇപ്പോൾ ഒരു വീണ് കിട്ടണമെങ്കിൽ അവിടെ തന്നെ കിടന്നു കഴിഞ്ഞാൽ അതൊരു അനുഭവമല്ല. അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം എങ്ങനെയാണ് വീണത്, ഇനി ആ വീഴ്ച ഇല്ലാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം അല്ലേ? പക്ഷെ നമ്മളെന്നാലും വീഴും, അത് ലൈഫാണ്. പക്ഷെ ആ വീഴ്ചയിൽ എഴുന്നേക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ എഴുന്നേക്കുന്നത് മറ്റുള്ളവർക്കും പാഠമായിരിക്കണം. എന്നാലാണ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുക. ഈ ഒരാൾ ഭീഷണി, ഇപ്പോൾ നിയമങ്ങൾ പലതുണ്ട്. ഒരു പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യത്തിൽ നടക്കാനുള്ള ഒരുപാട് നിയമങ്ങൾ. പക്ഷേ ഇപ്പോഴും അതേ ഒരു പെൺകുട്ടിയെ ഒരു ആളുടെ കൂടെ കണ്ടു കഴിഞ്ഞാൽ അവിഹിതമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെണ്ണൊരു ഹോട്ടൽ റൂമിൽ ബാത്റൂം യൂസ് ചെയ്യാൻ വേണ്ടി കയറിയാൽ ആ റൂമിൻ്റെ അകത്ത് വേറെ ആരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളാണ്. ഞാനൊരാളുടെ വീട്ടിൽ എനിക്കിപ്പോഴും അനുഭവമുണ്ട്. ഇപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു എന്താ പറയുക, അവിഹിതത്തിൻ്റെ ഒരു കൂട്ടുകെട്ട് തന്നെ വന്നിട്ട് കഴിഞ്ഞ ദിവസം എന്നെ ആക്രമിച്ചിട്ട് എൻ്റെ അവിഹിതം തപ്പാൻ നടക്കുക. ഞാൻ സിംഗിൾ മദറാണ്. അതാണ് ഞാൻ ചോദിക്കാനുള്ളത്. സ്വാതന്ത്ര്യത്തോടെ ചങ്കുറപ്പോടെ നടക്കുന്ന പെണ്ണ് സമൂഹത്തിൽ എപ്പോഴും പോക്ക് കേസാണ്. അവളെപ്പോഴും അതൊരു പോക്ക് കേസാണ്. അവൾ തൻ്റെ ഇടത്തോടെ സംസാരിച്ചാൽ അവൾ പോക്ക് കേസാണ്. അവൾ രാത്രി വൈകി വന്നാൽ പോക്ക് കേസാണ്. അവൾ ബുള്ളറ്റ് ഓടിച്ചാൽ അല്ലെങ്കിൽ വാഹനം ഓടിച്ചാൽ അവൾ പോക്ക് കേസാണ്. എല്ലാത്തിലും നാട്ടുകാർ, സദാചാരക്കാർ, അതെ, മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് മോഡേണായി നടന്നാൽ അവൾ പോക്ക് കേസാണ്.
ഭർത്താവില്ല എങ്കിൽ ഭർത്താവില്ലാതെ അവൾ മക്കളെ വളർത്തി ജീവിച്ചാൽ അവൾ പോക്ക് കേസാണ്. അപ്പോൾ ഇങ്ങനെ കുറേ പോക്ക് കേസുകളാണ് പെണ്ണുങ്ങൾ എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. അവരെ തിരുത്താൻ നമുക്കൊരിക്കലും കഴിയില്ല. അതിനിടയിലാണ് ഈ കാളി എന്ന് പറയുന്ന ഈ പെൺപുലി 2 മക്കളെ വളർത്തുന്നു. ഈ ചെറുപ്രായത്തിലെ ശരീരവും മനസ്സും നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ആ പെൺകുട്ടി ഇവിടം വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ ഒരുപാട് ഈ ഒരു പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികളുണ്ടാകും. അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത്, നമ്മൾ ഉറക്കം നഷ്ടപ്പെടും. നമുക്ക് ജീവിക്കാൻ മുൻപോട്ട് എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കും. തടസ്സങ്ങൾ ഒരുപാടുണ്ടാവും. നമ്മളെ ആക്രമിക്കും, നമ്മളെ എന്താ പറയുക, പരദൂഷണം പറയും, മുമ്പിൽ വന്ന് ആക്രമിക്കും. നമ്മളോട് നേരെ പല കല്ലേറുണ്ടാവും. പക്ഷെ എന്താണെന്നറിയോ, ചിരിച്ചുകൊണ്ട് നേരിടുക. നമുക്ക് പറ്റാത്തൊരു കാര്യമാണ് ചിരിച്ചുകൊണ്ട് നേരിടാൻ. നമുക്ക് നിയമസഹായം പോലും കിട്ടില്ല. കാരണം നമ്മുടെ വേഷം, നമ്മുടെ ചങ്കുറപ്പ്. ഞാൻ വന്ന വഴിയിലൂടെ എനിക്ക് പല ക്യാരക്ടറിനും പല ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എവിടെയും എടുത്തെറിഞ്ഞ് സംസാരിക്കുള്ളൂ, ഞാൻ എവിടെയും വാശിയോട് സംസാരിക്കുള്ളൂ. തെറ്റിയാത്തത് ഞാൻ കുഞ്ഞേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ഒരു 12 മണിക്ക് എനിക്ക് ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു ചായ കുടിച്ചാലാണ് എനിക്ക് തൃപ്തിയാവുക. ഞാൻ ഇറങ്ങും, രാത്രി ഇറങ്ങി ചെന്ന് ചായ കുടിക്കും. കാരണം എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജില്ല, പാല് സേവ് ചെയ്ത് വെക്കാനുള്ള ഇതൊന്നുമില്ല. ഞാൻ പോയിട്ട് കാരണം എനിക്ക് ഞാൻ ഒന്നുകൂടി പറയട്ടെ, എല്ലാവരും അങ്ങനെയല്ല. ഞാനിപ്പോൾ ജീവിക്കുന്ന കറുകപ്പള്ളി, പോളേപ്പറമ്പ് എനിക്കറിയില്ല. പക്ഷേ കറുകപ്പള്ളി എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ സ്വർഗ്ഗമാണ്. ഞാനിപ്പോൾ എന്താ പറയുക, എനിക്ക് ദാരിദ്ര്യമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഒരാളോടും സഹായം ചോദിച്ചു ചെല്ലാറില്ല. പക്ഷേ ഞാൻ വിളിച്ചാൽ ഇപ്പുറത്ത് തന്നെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, കുറച്ച് എന്താ പറയുക, കറുകപ്പള്ളിയിൽ കുറേ ബന്ധുക്കളുണ്ട്. രക്തത്തിലൂടെ വന്നതല്ല, രക്തത്തിലൂടെ വന്ന ബന്ധുക്കളെ ഞാൻ ബന്ധുക്കളായിട്ട് കരുതണേ ഇല്ല. ഈ നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മൾ അടുത്തറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു പെണ്ണ് തനിച്ചിരുന്ന പിഴയാണെന്ന് പറഞ്ഞത്, അത് മാറിയിട്ട് ഇത് നമ്മുടെ പെങ്ങളാന്ന് പറഞ്ഞ കുറേ കൂട്ടമുണ്ട്. 8 പെങ്ങാമാരുള്ള ഒരാൾ 9ാമതൊരു പെങ്ങളായിട്ട് തന്നെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവാണ് അല്ലേ, അയാളുടെ മനസ്സ്. ആ ഒരു സമൂഹത്തിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഈ എല്ലാവരും എന്താ പറയുക, ഒരു മെത്തേഡിൽ മാത്രം ചിന്തിക്കുന്ന ആൾക്കാരല്ല, ഡിഫറെൻ്റായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇനിയും മാറ്റങ്ങൾ അതേപോലെ വരും, എല്ലാവരും അതേപോലെ ചിന്തിക്കാൻ തുടങ്ങും. പക്ഷേ ഈ ചിന്തിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. നമ്മൾ മോശമാണ് ചിന്തിക്കുന്ന ആൾക്കാരെ പുറകെ ചെന്ന് നമ്മളങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ മോശമാണ്. നമ്മൾ മോശമല്ല നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ എന്തിനീ പറഞ്ഞത് കേൾക്കണം. നിങ്ങൾ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരാളുടെ കൂടെ ലൈഫ് എൻജോയ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ, ഇപ്പോൾ ഞാൻ കണ്ടിടത്തോളം പുരുഷന്മാരിപ്പോൾ എന്താ പറയുക, ഇന്നും കൂടി ഒരു അനുഭവം ഉണ്ടായി. ഭാര്യ ഉണ്ടായിട്ടും കൂടി അതായത് ഭാര്യയോട് തുറന്നു പറയാൻ പറ്റാത്തതുകൊണ്ട് മറ്റൊരാളെ അടുത്ത് എന്ന് തുറന്നു പറഞ്ഞു. ഞാനത് ആ പയ്യനോട് പറഞ്ഞത്, നീ നിൻ്റെ ഭാര്യ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് വരിക. നീ നിൻ്റെ ഭാര്യയെ ഇപ്പോൾ നീ മറ്റൊരു സ്ത്രീയുടെ അടിമയായിട്ടിരിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ആ ചിന്താഗതി നിൻ്റെ ഭാര്യയോട് എന്നിട്ട് നിൻ്റെ ഭാര്യയുടെ അടിമയായിട്ടിരിക്കും. നീ എന്തിനാണ് നാണക്കേട് തോന്നുന്നത്? മറ്റൊരു സ്ത്രീയെ, നിനക്കൊരു പരിചയമില്ലാത്ത സ്ത്രീയോട് നീ ഇത്ര ധൈര്യത്തോടെ നീ പറയണമെങ്കിൽ നിൻ്റെ ഫീലിങ്സ് ഇതാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരുപാട് ഹോർമോണിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. ഒരു പരിചയമില്ലാത്ത എന്നോട് നീ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഭാര്യയോട് സംസാരിച്ച് ആ കുടുംബം നിനക്ക് സ്വർഗ്ഗോട്ട് മാറും അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് കിട്ടാതെ പോകുന്ന അങ്ങനത്തെ ഒരു സ്വർഗ്ഗം. കാരണം നമ്മളെ മനസ്സിലാക്കാത്ത ചുറ്റുപാട്, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ചുറ്റുപാടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമെല്ലാം സ്വർഗ്ഗവും. അത് പാരൻസ് മാത്രമല്ല, സമൂഹം പോലും. അതിനി എന്ന് വരുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വരാൻ പോണില്ല. വരാൻ പോകാത്തതിൻ്റെയാണ് ഇപ്പോഴത്തെ തലമുറ ലഹരിക്ക് പിന്നാലെ ഓടണം. കാരണം എന്താ, ഒന്നും കേൾക്കണ്ട, ലഹരിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റുകളൊന്നും അറിയണ്ട. പക്ഷെ ഞാൻ പറഞ്ഞു, ലഹരി ഇല്ലാണ്ട് ലൈഫ് എൻജോയ് ചെയ്യാം, ഭയങ്കര രസമാണ്. കാരണം നമുക്ക് ബോധം ഉണ്ടാവും, സ്വയബോധം ഉണ്ടാവും. നമ്മുടെ ലൈഫ് സ്വയബോധം നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് സ്മോക്ക് എന്താ പറയുക, ഒരു ബ്രേക്കപ്പ് ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സിഗരറ്റിലോട്ട് പോകുന്ന പെൺകുട്ടികൾ, മദ്യത്തിലോട്ട് പോകുന്ന പെൺകുട്ടികൾ, ലഹരിയിലോട്ട് പോകുന്ന പെൺകുട്ടികളോട് പറയാനുള്ളത്, ഏറ്റവും വലിയ ലഹരി ലൈഫാണ്. എല്ലാ പ്രശ്നങ്ങളും ചിരിച്ചുകൊണ്ട് നേരിടുക. ഇപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജനിച്ച ഉടനെ 2 കുഞ്ഞുങ്ങളായിട്ട് സ്വന്തം ഒരാൾ പറഞ്ഞത്, ഞാനും തനിച്ചാണ്, ഞാൻ 2 പക്ഷെ അവർ സഹോദരങ്ങളുണ്ട്, വിളിച്ചാൽ വിളിപ്പുറത്ത് ആൾക്കാരുണ്ട്, എന്താ പറയുക, സ്വന്തങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഞാൻ ഈ 2 മക്കളായിട്ട് എവിടെ പോകണം, ആരെ ഏൽപ്പിക്കണമെന്ന് അറിയാണ്ട് എല്ലാ ലൊക്കേഷനിലും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട്, എൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നതിന് വരെ കണക്ക് പറഞ്ഞ ലൊക്കേഷനിൽ അവിടെ അതും തരണം ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ സ്വന്തങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ, ഒരു സഹോദരനെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവൻ ലക്കിയാണെന്ന് ഞാൻ പറയുള്ളൂ അല്ലേ? ലോട്ടറി ലൈഫിലൊരു നല്ല തീർന്ന നല്ല ഭക്ഷണം സമാധാനത്തോട് നിന്നത് കഴിച്ചാൽ അത് ലൈഫിലെ ഏറ്റവും വലിയ ലോട്ടറിയാണ്. മക്കളുടെ മിച്ചം കഴിച്ച് വിശപ്പടക്കേണ്ടി വരുന്ന അമ്മ, അവൾക്കും അത് ലോട്ടറി തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ മക്കൾ മിച്ചം വെക്കുന്നുണ്ട്. അതുപോലാത്ത എത്ര അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ മക്കളെടുത്തിട്ട് ഒരിടത്ത് നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എങ്ങാട് പോകണമെന്ന് അറിയാൻ പാടില്ലാത്ത അമ്മമാരുണ്ട്. അതിൽ പെട്ട ഞാനാണ്. പക്ഷേ എനിക്ക് ആ ഒരു ഭയമില്ല. കാരണം എനിക്ക് ചുറ്റും ഒരു സമൂഹം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
എന്നെ എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കുന്ന സംഭവം. എനിക്ക് വിശപ്പ് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ തെളിയിച്ച് കാണിച്ചാൽ ഞാനിപ്പോൾ വിളിച്ചു പറയണോ എനിക്ക് ഫുഡില്ല, എനിക്ക് വിശക്കണം എന്ന് പറഞ്ഞാൽ കറുകപ്പള്ളിയിലുള്ള എത്ര കടകൾ, മദീന ചിക്കൻ, ബർക്കത്ത് ബിരിയാണി, ഇവിടെ നിന്നെല്ലാം എനിക്ക് ഫുഡ് വരും. പത്തിരിക്കട, എവിടെ നിന്ന് വേണോ എന്ത് വേണോ, എനിക്ക് വീട്ടിലൊന്നുമില്ല, പട്ടിണിയാണ്. കറുകപ്പള്ളി സിദ്ദിഖ്, എല്ലാവരും വരും. ഷാഫിക്ക ഒക്കെ വരും ഫുഡായിട്ട്, അവരുടെ ഭാര്യമാരൊക്കെ വരും, പെങ്ങന്മാർ വരും, എല്ലാവരും വരും. ഇവിടെ തൊട്ടടുത്ത് വരും. ഞാൻ ഇത്രയും ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ വന്നിട്ട് എനിക്ക് ഫുഡ് എൻ്റെ മക്കളെ അയൽവക്കത്തെ ഏൽപ്പിച്ചു പോയിച്ചാൽ ഞാൻ വന്നോടം തന്നെ എനിക്ക് കഞ്ഞി ഒക്കെ എത്തിക്കാറ്. എനിക്ക് എൻ്റെ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു ഡിസ്ചാർജ് വന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചുറ്റും ഒരു നല്ല സമൂഹത്തിനെ ഉണ്ടാക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. തീർച്ചയായും. പുറമേ നിന്ന് നമ്മളറിയാത്ത ആൾക്കാർ നമ്മളെപ്പറ്റി കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവള് വേടി, അവളെ രൂപം കണ്ടില്ലേ, അവള് ഫുലാൻ ദേവി, ഇങ്ങനെയൊക്കെ. ഫുലാൻ ദേവിക്ക് ഒരു കഥയുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഏറ്റവും നല്ലൊരു കഥയുണ്ട്. എന്തിന് ഷക്കീലൊക്കെ ഒരു കഥയുണ്ട്. അവരൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ആൾക്കാർ, അവരെയൊക്കെ വരെ അംഗീകരിക്കണം ഇപ്പോൾ അല്ലേ? അതെ. എന്തിന് സിൽക്ക് മാഡത്തിന് വരെ അംഗീകരിക്കണം. അവർ ചെയ്ത നന്മകൾ പുറത്തു മരണത്തിന് ശേഷമാണോ വരണ്ടേ? ഇപ്പോൾ ഇപ്പോൾ എൻ്റെ വേഷത്തിനെ കുറ്റം പറയുന്ന ആൾക്കാർ, ഞാനൊരു ബട്ടൺ തുറന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ തുട കണ്ടാലോ, എന്താ പറയുക, എൻ്റെ ഒരു മാറിൻ്റെ വിടവ് കണ്ടാലോ കുറ്റം പറയുന്ന ആൾക്കാർ സണ്ണിയുടെ ബാക്കിൽ സണ്ണി ചേച്ചി ഉയർന്നു പറഞ്ഞിട്ട് ക്യാപ്ഷൻ കാണാൻ എല്ലായിടത്തും. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. ഒരാളെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സണ്ണി ലിയോൺ അംഗീകരിക്കാൻ പറ്റുന്ന നാട്ടിലുള്ളവർക്ക് എന്തുകൊണ്ട് മറ്റു സ്ത്രീകളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. അതെന്താണെന്നറിയോ? സണ്ണി ലിയോൺ നമ്മുടെ നാട്ടിലല്ല എന്നുള്ള വിശ്വാസം, അത് വിദേശിയാണെന്നുള്ളൊരു വിശ്വാസം, വിദേശത്ത് വളർന്നു എന്നുള്ളത്. കേരളത്തിൽ നടക്കില്ല. കേരളത്തിൽ ഞാൻ വാഴിക്കില്ല. ഒരാൾ വിചാരിച്ചാൽ വാഴിക്കാത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെൺകുട്ടിനെ പബ്ലിക്കിൽ റോഡിലിട്ട് പീഡിപ്പിക്കുന്ന കേരളത്തിലുണ്ട് അല്ലേ? പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട്. എന്തേ അതൊക്കെ നടക്കണു? ഇവന്മാരെന്നാ അവരെ ചെന്ന് ഇതാക്കട്ടെ എന്നേ. എന്തുകൊണ്ട് അവരൊന്നും ചെയ്യണില്ല? അവരൊക്കെ ജയിലിൽ പിടിച്ചിട്ട് റോട്ടി വെച്ച് തല്ലിക്കൊന്നുകൂടെ? എന്തുകൊണ്ട് ചെയ്യണില്ല? ധൈര്യമില്ല. അതിന് ഈ കമൻറ്റ് ബോക്സിൻ്റെ അകത്തും അപ്പുറത്തെ ജനാലിൻ്റെ ഉള്ളിലിരുന്ന് സംസാരിക്കാൻ മാത്രമുള്ള ധൈര്യം നമ്മുടെ നാട്ടിലെ സമൂഹത്തിനുള്ളൂ. ധൈര്യത്തോടെ വന്ന ആൾക്കാർ ഇതേപോലെ അടിച്ചമർത്തുകയും ചെയ്യും. തീർച്ചയായിട്ടും. ജീവിക്കാനായി പല വേഷം കെട്ടുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പൈസ ഉണ്ടായിരുന്നിട്ടും അത് എന്താ പറയുക, വേറെ രീതിയിലേക്ക് ജീവിതം കൊണ്ടുപോകുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അവരൊക്കെ ഭയങ്കര വൈറലാണ്. ശരീരത്തിൻ്റെ ഒരു ഭാഗം വെച്ച് തന്നെ പണം ഉണ്ടാക്കുന്ന പലരും ഉണ്ട്. പലരും അത്തരത്തിൽ വേറെ ഇടയ്ക്ക് അതിനെതിരെയൊക്കെ ഒരു കമൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അത്തരക്കാരോടുള്ള ഒരു കാരണം ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ആണോ നമ്മൾ ജീവിക്കേണ്ടത്? സ്ത്രീയെ അത്രത്തോളം തരം താഴ്ത്തേണ്ടതിൻ്റെയൊക്കെ ഒരു ആവശ്യകത ഉണ്ടോ? എൻ്റെ അനുഭവത്തിൽ എന്ന് പറയാം, നമ്മളൊരുപാട് എന്താ പറയുക, സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നത്, വേണ്ട എനിക്ക് ഇന്ന പോലെ ജീവിച്ചാൽ മതി എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന, ധൈര്യത്തോടെ തനിച്ചാണെങ്കിൽ അധ്വാനിച്ച് ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരാളുണ്ടാവില്ല അല്ലേ? അതേസമയം പണമുണ്ട്, പദവിയുണ്ട്, എന്നാൽ എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കാൻ ചിന്തിക്കുന്ന പെണ്ണുങ്ങളെ തടയാനും ആളില്ല അല്ലേ? നമ്മുടെ സമൂഹത്തിൽ ഇതെല്ലാം നടക്കുന്നത് തന്നെയാണ്. പിന്നെ നമുക്കിപ്പോൾ ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഇപ്പോൾ എനിക്കൊരു കേസായിട്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ഈ പെൺകുട്ടികൾ ആവശ്യമില്ലാത്ത കേസുകൾ കൊടുക്കുന്ന, അതായത് ഫേക്ക് ആയിട്ടുള്ള കേസുകൾ കൊടുക്കണതിൻ്റെ പേരിൽ തന്നെ നീതി ചോദിച്ചില്ലെന്ന് എന്നെ പോലുള്ള ആൾക്കാർക്ക് നീതി കിട്ടില്ല. തെളിവുണ്ടെങ്കിലും ഇപ്പോൾ ഒരു പെണ്ണിനെ 3 പബ്ലിക്കിലിട്ട് റോഡിലിട്ട് കുറച്ച് പേർക്ക് തല്ലി കൊല്ലാമെങ്കിൽ അല്ലേ, നോക്കി നിൽക്കുന്ന സമൂഹവുമുണ്ട്. ആ നീതി കിട്ടാണ്ട് പോകുന്ന ഇതും വരുന്നുണ്ട്. ഇതിൽ കുറച്ച് പേരെങ്കിലും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. കാരണം അവരുടെ കയ്യിൽ പണമുള്ളതിൻ്റെ പേരിൽ അവരാരും തൊടില്ല എന്നുള്ള ധൈര്യം. അവർ ജീവിക്കട്ടെ എന്നാണ് ഇപ്പം എൻ്റെ മൈൻഡിൽ. എന്താണെന്നറിയോ, അവരെങ്കിലും ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാം. എനിക്കിനി ലൈഫിൽ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഫൈറ്റ് മാസ്റ്റർ എന്നുള്ളൊരു പേര് എടുക്കണം. കാരണം എനിക്ക് പിന്നിൽ നടന്നു തന്നെ ഒരു കുറച്ച് ഉണ്ട്. അവർക്ക് ഒരു ധൈര്യം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ് കഴിഞ്ഞാൽ ഇത്രയും ധൈര്യത്തോടു കൂടി ഞാൻ പബ്ലിക്കിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ തള്ളുന്നു എന്നൊക്കെ പറഞ്ഞ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്. ഞാൻ എന്താ പോസ്കോ പ്രതിയാണ്, എളമക്കര സ്റ്റേഷനിലാണ് ആ കേസുള്ളത്. ആ പോസ്കോ കേസ് ഒരു 3 വയസ്സായ കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ ഞാനൊരു അമ്മയാണ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ തല്ലാറ് പോലുമില്ല. ഒരു കുഞ്ഞിനെ ഈ ലൈവ് ഇപ്പോൾ നിങ്ങളുടെ ഇതിൽ പറയാം, നിങ്ങൾ ഏതെങ്കിലും ഒരാൾ പറയട്ടെ അവരുടെ കുഞ്ഞിനെ ഞാൻ തല്ലിയെന്ന്. ഈ കേസ് കൊടുത്ത പെണ്ണ് അവരുടെ കുഞ്ഞ് ഞാൻ തെളിയിക്കാം. അവരാണ് ആ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുള്ളത്, ഞാൻ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ കേസ് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞൊരു ഡയലോഗിലാണ്, അതേതൊരു സ്ത്രീയാണെങ്കിലും ശരി എന്താ പറയുക, സമനില തെറ്റിക്കുക എന്ന് പറയാം. സ്വന്തം ഭർത്താവ് അവരുടെ കൂടെ പോയി, സ്വന്തം ഫാദർ എന്ന് പറഞ്ഞ് വന്ന ആളും അവരുടെ കൂടെ പോയി. അത് എളമക്കര സ്റ്റേഷനിൽ കേസുണ്ട്. കമ്മീഷൻ ഓഫീസിൽ വരെ പോയിട്ടുണ്ട്. സ്വന്തം ഭാര്യയെ തട്ടിക്കൊണ്ട് പോയെന്നും പറഞ്ഞു, കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയെന്ന് അവൻ തന്നെ കൊടുത്തിട്ടുള്ളൂ. ആ വീഡിയോയിൽ ഉണ്ട് അവർ 2 പേരും.
ഒന്ന് ആലോചിച്ച് നോക്കും, പണത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ വിറ്റ് സ്വന്തം മകളെ കൊല്ലാനായിട്ട് സഹായം ചോദിക്കുന്നത് ആ ഒരു എവിടെയാണ് നടക്കുക? എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യമാണ്. ഞാൻ എവിടെ ചെന്നാൽ നീതി ചോദിക്കുക? എനിക്ക് പബ്ലിക്കിൽ എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വന്ന സ്ത്രീകളാണ് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ. ഞാൻ നിങ്ങളെ അന്ന് കാണിച്ചു തന്നു, എൻ്റെ വീട്ടിൽ എൻ്റെ ലൈവ് ഉണ്ടായിരുന്നു, ആ കുഞ്ഞിനെ ഒക്കെ വെച്ചിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടടിച്ചെന്നും പറഞ്ഞു. ആ സ്ത്രീയാണ് എന്നെ തല്ലാൻ വേണ്ടി വന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാനുള്ള സഹായിച്ചതിനാണ് എനിക്ക് കൂലിയിട്ടേണേ. ഞാൻ സഹായിച്ചിട്ടുള്ള ഒരാളും എന്നെ തിരിച്ച് സഹായിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടുള്ളൂ. അതേസമയം ഞാൻ സഹായിക്കാത്ത ഒരു സമൂഹം എന്നെ സഹായിക്കുന്നുണ്ട്. എനിക്ക് വിശക്കണം എന്ന് പറഞ്ഞാൽ ഫുഡ് കൊണ്ടുത്തരും. എനിക്ക് ഏത് പാതിരാത്രിയാണെങ്കിലും ഞാൻ ആ റോട്ടിൽ നിന്ന് അരിത്തോടെ നിൽക്കാം, ഏത് വേഷം ഇട്ടും. എന്നെ ഒരാൾ തൊടില്ല, എന്നെ ഒരാൾ ഉപദ്രവിക്കില്ല. കാരണം ഞാൻ ആ ഒരു സമൂഹത്തിൻ്റെ സഹോദരിയാണ്, മകളാണ് ഒക്കെ പറയുന്നൊരു സമൂഹമുണ്ട് എനിക്കവിടെ. എനിക്ക് ആ അറ്റം തുടങ്ങി അറ്റം വരെയും ഞാൻ ഹാപ്പിയാണ് ഭയങ്കര. അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ സങ്കടവും ഇതിന് പുറത്തേക്ക് പോകുമ്പോൾ സങ്കടമുള്ളൂ. കാരണം അവിടെയൊക്കെ എനിക്ക് എന്താ പറയുക, അംഗീകാരം കിട്ടാത്തയും എന്താ പറയുക, അവഗണനയും എല്ലാം ഉണ്ട്. ഇപ്പോൾ സിനിമ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നെ അറിയുന്ന, അതായത് കുഞ്ഞുനാൾ മുതൽ എന്നെ അറിയുന്ന ആൾ. ഈ സിനിമയിൽ ഫൈറ്റ് മാസ്റ്ററൊക്കെ ആയിട്ട് പോയി ആ ഒരു സമയത്ത് ഈ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ചുവയോടുള്ള സംസാരം, അത്തരത്തിലുള്ള അപ്രോച്ച് അങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? തന്നെ ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾക്ക് സപ്പോർട്ടായിട്ട് കുറേ പേര് വന്നു, എനിക്ക് സപ്പോർട്ടായിട്ട് കുറച്ച് പേര് മീഡിയ പബ്ലിക്കിൽ വന്നില്ല, സീക്രട്ടായിട്ട് വന്നു. കാരണം അവർ ഒരേ മേഖലയിൽ വർക്കുന്നതിന് പേര് അവർക്കത് പറയാൻ പറ്റൂല. പക്ഷെ പലർക്കും അറിയാം ആ ആൾ ഇങ്ങനത്തെ കഥാപാത്രമാണെന്നുള്ളത്. ഇപ്പൊ എത്രയൊക്കെ സപ്പോർട്ട് ചെയ്ത് അവർ അയാളെ പൊഴുതി പറഞ്ഞാൽ പേര് പറയാൻ ഭയമുണ്ടോ? ഞാനൊരു പ്രാവശ്യം പറഞ്ഞതാണല്ലോ, ബിനീഷ് ബാസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ പറ്റി ഞാൻ പറഞ്ഞതാണ്. വേറെ 2-3 പേരെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അവരുടെ പേരൊന്നും എനിക്ക് അത്ര ക്ലിയർ അല്ല. കാരണം വേറെ ഒന്നുമല്ല, ജസ്റ്റ് വന്ന് മുമ്പിൽ നിൽക്കണേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ, അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോകുന്നു. ഇത് ബിനീഷ് ബാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തായിരുന്നു. എന്റെ പഴയ പ്രൊഫൈലിലൊക്കെ ഞാൻ ഫോട്ടോ ഉണ്ട് അവന്റെ മുടി പിടിച്ചിരിക്കണേ. ആ സുഹൃത്ത് നമ്മളോട് ഇങ്ങനെ ഒരു പെരുമാറും നമുക്ക് പ്രതീക്ഷിക്കല്ല. നമ്മളെ കൂടെ നിൽക്കുന്ന ആൾ വരെയും എന്താ പറയുക, അയാളുടെ ഒപ്പം ചേർന്ന് അടുത്ത സിനിമ ചെയ്തു. പിന്നെ അയാൾ തന്നെ ഉപദേശിക്കാൻ വരുന്നു. അതായത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ചെയ്യാം. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുടെ മുമ്പിൽ ഞാനിപ്പോഴും പറഞ്ഞിട്ട് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒരാളെ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ഒപ്പം എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് അയാളെ എനിക്ക് ഇഷ്ടപ്പെടണം, അല്ലേ? ഇഷ്ടമില്ലാത്ത ഒരാളെ നിർബന്ധിച്ച് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. അത് കിട്ടിയിരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളെ വേശിയായിട്ട് അപ്രോച്ച് ചെയ്യുക, അല്ലേ? മറ്റുള്ളവർക്ക് വിൽക്കാനുള്ള മാർഗം ഉണ്ടാക്കുക ഒരു മടിയിലാണ്ട്. അത് ഞാൻ പബ്ലിക്കിൽ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കൊള്ളില്ലാത്തവളായി. നിങ്ങൾ എൻ്റെ വീട് കണ്ടു, അല്ലേ? എൻ്റെ വീട്ടിൽ വല്ല സൗകര്യം ഉണ്ടോ? ഞാൻ അങ്ങനെ ഒരു വേശ്യ, ഇപ്പോഴും ആ വേശ്യ വിളി ഉണ്ട്, അതാണ് രസം. ഞാൻ വേശ്യാണ് എങ്കിൽ ഞാനിത് പ്രതിഷേധം പോലെ തന്നെയാണ് ഞാൻ എൻ്റെ വേഷമൊക്കെ ഇങ്ങനെ ആക്കിയത്. ഇപ്പോൾ ഈ മൂക്കിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ മാറ്റി. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്, നീ എന്തിനത് മാറ്റിയേ? നീ കാളിയാണ്, നീ എൻ്റെ ക്യാരക്ടറാണ്. നീ മറ്റൊരാൾക്ക് വേണ്ടി നിൻ്റെ വേഷവും നിൻ്റെ ക്യാരക്ടറും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്താണ് അർത്ഥമുള്ളത്? നീ മറ്റൊരാളുള്ളവർക്ക് മാതൃകയാവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ആ മാതൃകയാവുന്ന ആൾ തന്നെ നിനക്ക് നീതി കിട്ടണില്ല, നീ ഇങ്ങനെ നടക്കണോണ്ടാണ് നീതി കിട്ടാത്തതെന്നും പറഞ്ഞ് നീ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്താണ് അടിത്തറ ഉള്ളത്? നീ കാണുന്നവരോടൊക്കെ ഹാപ്പി ആയിട്ട് ഗുഡ് മോർണിംഗ് പറയണം, നീ ഹായ് പറയണം. അത് നിൻ്റെ ക്യാരക്ടറാണ്, അത് നീ തന്നെ നിലനിർത്തണം. നിൻ്റെ വേഷം നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് നീ നിൻ്റെ ഇഷ്ടമുള്ള വേഷം ഇട്ടോ. ബാക്കിയുള്ള സമയത്ത് നീയായിട്ട് തന്നെ നടക്കുക. അല്ലാണ്ട് മറ്റൊരാൾക്ക് വേണ്ടി നീ ഒരിക്കലും ഫുള്ളായിട്ട് ചേഞ്ച് ആവില്ല. കാരണം അത് നിനക്ക് തന്നെ ദോഷം ചെയ്യും. ഈ അഡ്ജസ്റ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് എന്താ പറയുക 2-3 സിനിമകൾ എൻ്റെ കയ്യിൽ നിന്ന് പോയത് ഒരാൾ വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തുക. അപ്പോൾ ആ ഭീഷണിയുടെ പുറത്ത് ചില സിനിമകൾ പേയ്മെൻറ്റ് കുറക്കും, ചില സിനിമകൾ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ പയ്യെ നമ്മളോട് അത് കുഴപ്പമൊന്നുമില്ല, വിട്ടേക്ക്, നമ്മെല്ലാം ശരിയാക്കാം. എനിക്കതൊന്നും പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഷോൾഡർ കഴിഞ്ഞ് ഞാൻ ഹഗ് ചെയ്യും. എനിക്ക് ആൺപെൺ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ ഫിസിക്കലി ഞാൻ റെഡിയാവും, പക്ഷേ മൈൻഡ്ലി റെഡിയാവും, ഒക്കെ റെഡിയാവും. പക്ഷേ ഇത് ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഫിസിക്കലി നമ്മൾ റെഡിയാവാന്ന് വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളുടെ കഥാപാത്രത്തിൻ്റെ ഒപ്പം കാരണം ഞാൻ ലൈഫ് എന്താ പറയുക, ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലാവണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ ഇഷ്ടമില്ലാത്തത് അത് അയാളുടെ ലൈഫിനെയും ബാധിക്കും, അല്ലെങ്കിൽ അയാളുടെ ടൈമിനെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ തുറന്നു പറയാം, എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ അയാളുടെ ടൈമിന് വേസ്റ്റ് ആക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. ഞാൻ ഇഷ്ടമല്ലാണ്ട് മുഖം തിരിച്ച് എന്താ പറയുക ലൈഫിലെ ഏറ്റവും നല്ല മൂമെൻറ്റ്സൊക്കെ മോശമാക്കാൻ എനിക്ക് താല്പര്യമില്ല. അതൊരാളുടെ എൻ്റെ നല്ല ഓപ്പോസിറ്റുള്ള ആളുടെ എനിക്ക് താല്പര്യമില്ല. ഈ കാളിയുടെ രാഷ്ട്രീയം
അതെപ്പോഴെങ്കിലും ഈ ഫീൽഡിൽ തിരിച്ചടി കാളിയുടെ രാഷ്ട്രീയം ഏതാണെന്ന് ഒരു പരിധിവരെ സിനിമയിലുള്ളവർക്കും അറിയാവുന്നവർക്കും ഒക്കെ അറിയാം. ആ രാഷ്ട്രീയം എപ്പോഴെങ്കിലും തിരിച്ചടിയായി വന്നിട്ടുണ്ടോ? അത് ഞാൻ പറയാം, കാളിക്ക് രാഷ്ട്രീയമില്ല. കാളിയുടെ സേഫ്റ്റിക്ക് വേണ്ടി, അതായത് കാളിയെ വൈപ്പിങ്ങൽ, ഞാൻ പറഞ്ഞില്ലേ വൈപ്പിങ്ങറിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്താ പറയുക, അത് ഞാൻ എൻ്റെ ബാല്യത്തിൽ നടന്ന കാര്യം. പക്ഷെ അതെൻ്റെ ലൈഫ് ലോങ് എന്നെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ പറയുക, ഞാൻ ഞാറക്കൽ സ്റ്റേഷനിൽ ഉൾപ്പെടെ എല്ലായിടത്തും ചെന്ന് പ്രശ്നം ഉണ്ടാക്കി, കരഞ്ഞു, കുറേ കാല് പിടിക്കേണ്ടത് കാല് പിടിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഏറ്റവും ലാസ്റ്റ് ആ ഒരു എൻ്റെ ബാല്യം, എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ നഷ്ടപ്പെടുത്തുന്ന നടപ്പോഴാണ് ഞാനിതെല്ലാം പബ്ലിക്കിലിടാൻ തുടങ്ങി. അപ്പോൾ ചോദ്യചിഹ്നമായിട്ട് വന്നത് എൻ്റെ പാരൻസിനെ കുറിച്ചാണ്. എൻ്റെ പാരൻസ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, അതെനിക്കറിയാൻ പാടില്ല. കാരണം ഒരു പെൺകുട്ടി ഈ നാട് മുഴുവൻ ഇത്രയും ഉപദ്രവിച്ചിട്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഞാൻ ധൈര്യത്തോടെ വന്നിട്ട് എൻ്റെ ഉപദ്രവിച്ച ആൾക്കാരുടെ പേര് പറയാം. ആ പേര് പറയുന്ന സമയത്ത് അവരുടെ ഫോട്ടോ അടക്കം ഞാൻ ഇടുമ്പോഴത്തേക്കും ആ നടന്ന ബിൽഡിങ്ങിലുള്ളത് 2 പാർട്ടിക്കാരാണ്, രാഷ്ട്രീയക്കാർ. ആ 2 രാഷ്ട്രീയക്കാരാണ് എൻ്റെ ഓപ്പോസിറ്റുള്ളവർ. അപ്പം ഞാൻ നടുക്ക് നിൽക്കുമ്പോൾ അതേ ഫാമിലിയിൽപ്പെട്ടൊരു രാഷ്ട്രീയ പാർട്ടിയാണ് മറ്റൊരു പാർട്ടി. ആ പാർട്ടി എൻ്റെ ഒപ്പം നിന്നു, കാരണം അതേ ഫാമിലിയിലുള്ള തന്നെയാണ്. പക്ഷേ ഇതിൽ ഈ 2 ഫാമിലിയിലുള്ള ആൾക്കാരും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ മറ്റു ഓപ്പോസിറ്റിക്കുന്ന ഇതേ ഫാമിലിയിലുള്ള മറ്റു വ്യക്തികളെ എന്നെ ഉപദ്രവിച്ചിട്ടില്ല, അവർ വേറെ രീതിയിൽ. അപ്പോൾ ആ പാർട്ടിക്കാരെ എന്നെ പ്രൊട്ടക്ഷൻ വേണ്ടി വന്നു. ഈ പാർട്ടിക്കാർ ഒളിച്ച് നിൽക്കുകയും ചെയ്തത്. കാരണം ബാല്യം എന്ന് പറഞ്ഞത് നശിപ്പിച്ച ആൾക്കാരോട് എനിക്ക് വൈരാഗ്യമൊന്നുമില്ല. പക്ഷേ ആ നശിപ്പിച്ചവരെക്കാട്ടും വലിയ വൈരാഗ്യമുള്ളത് അതിന് പിന്നാലെ വന്നിട്ടുള്ള മാന്യന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അവരെ പുറത്തു കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞു നടന്ന് എന്നെ യൂസ് ചെയ്യണം എന്ന് ചിന്തിച്ച ആൾക്കാരെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു രാഷ്ട്രീയ പാർട്ടി എനിക്കൊരു സ്ഥാനം തന്നെ അവിടെ ഇരുത്തി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഈ പാർട്ടി രാഷ്ട്രീയം വേണമെന്നുണ്ടെങ്കിൽ അതിലിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് സ്വതന്ത്രമായിട്ട് പോവാം. ഞാൻ പറയാം, എനിക്കിനി രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്കൊരാവശ്യം വന്നാൽ ശരിയെന്ന് കണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും. ശരിയായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ ഞാൻ ഉണ്ടാവും. എല്ലാ പാർട്ടിയിലും നല്ലതും ചീത്തയൊക്കെ ഉണ്ട്, ഇല്ലേ? ഒരു പാർട്ടി മുഴുവനായിട്ട് നല്ലതെന്ന് പറയാൻ പറ്റും ഇല്ല. ഓരോ വ്യക്തികളിലോടാണ് പാർട്ടികൾ. എനിക്കൊരു ഓരോ വ്യക്തികളോടുണ്ട്. എനിക്ക് ഉമ്മൻചാണ്ടിയാണ് ഇഷ്ടം, PT തോമസ് സാറിനാ. കാരണം എൻ്റെ സ്കൂളിൽ വന്നിട്ട് എൻ്റെ ഒപ്പം സെൽഫി എടുത്തിട്ടുള്ള മനുഷ്യനാണ്. നീ ഒരിടത്ത് എത്തുമ്പോൾ, നീ വലിയൊരു പൊസിഷൻ എത്തുമ്പോൾ, ഞാൻ അന്നേ പറഞ്ഞില്ല, ഞാൻ വലിയൊരു പൊസിഷൻ എത്തുമ്പോൾ ഞാൻ സെൽഫി എടുക്കുന്നതാണ്. അന്ന് PT സാറിനോട് ഞാൻ പറഞ്ഞിട്ട്, ഇപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ ഉമ്മാമേടത്തിൻ്റെ ഇലക്ഷൻ സമയത്ത് എനിക്കറിയാൻ പാടില്ല ഉമ്മാമേട അദ്ദേഹത്തിൻ്റെ വൈഫാണെന്നുള്ളത്. ഞാൻ ചെന്ന് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേണ്ടാന്ന് വെച്ചു. കാരണം എൻ്റെ വീട്ടിൽ വന്ന് ഉപദ്രവിക്കാൻ, എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വന്നത് അതേ പാർട്ടിയിലൊരു അംഗമാണ്. ഞാൻ ഏത് പാർട്ടിയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ CPM ഈ വീട്ടോണർ അവരെ ചെന്ന് കണ്ടു എന്നെ ഇറക്കാൻ. പക്ഷെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, മോളെക്കുറിച്ച് ഞങ്ങൾക്കറിയാം, മോള് ധൈര്യത്തോടുന്നു, ഞങ്ങൾ മോള് ഉപദ്രവിക്കില്ല. അപ്പോൾ ഞാൻ ഏത് പാർട്ടിയിലാണ് വിശ്വസിക്കണ്ടേ? ഈ സുരേഷ് ഗോപിയുടെ ചില പരിപാടികളിലൊക്കെ കാണാറുണ്ട്. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയം ചില സംഘി പരിവേഷങ്ങളൊക്കെ ഇടയ്ക്ക് ചാർത്തപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയാം, സുരേഷ് ഗോപി സാറിന് ആർക്കാ ഇഷ്ടമുള്ളത്? രാഷ്ട്രീയം നോക്കിയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് അല്ലല്ലോ. ആരെങ്കിലും ഇപ്പോൾ സുരേഷ് ഗോപി സാറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ പേര് പറഞ്ഞിട്ട് വന്നിട്ട് എന്നെ ഹഗ് ചെയ്യാറുണ്ട്. അവരുടെ ഫേസ്ബുക്കിൽ എനിക്കറിയില്ല, കാരണം അത് സുരേഷ് ഗോപി സാറിന് വേണ്ടി സംസാരിച്ചില്ലേന്ന്. ഞാൻ അദ്ദേഹത്തിന് സംസാരിക്കുന്നത് ഒരച്ഛൻ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്, ഒരച്ഛൻ കഥാപാത്രത്തിനെ അദ്ദേഹത്തെ കാണാൻ. ഞാൻ ഏത് സൈഡിൽ നിന്ന് എൻ്റെ സൗണ്ട് കേട്ട് അദ്ദേഹം തിരിച്ചറിയും. അതൊരച്ഛൻ മകൾ ബന്ധമാണ്. ഞാൻ അദ്ദേഹം എന്നെ ജനിപ്പിച്ചിട്ടില്ല, എന്നെ വളർത്തിയിട്ടില്ലൊന്നുമില്ല. പക്ഷേ ഏതോ ഒരു ഇതിൽ ഞങ്ങളുടെ തമ്മിലുള്ള അങ്ങനെ ഓറയിൽ ഞങ്ങൾ പോകുന്നു, ഒരേ മെത്തേഡിൽ പോകുന്നു. കാരണം ഞങ്ങൾ 2 പേരും മണ്ടന്മാരാ, അല്ലേ? ആരും വിശ്വസിക്കും, എല്ലാവരും വിശ്വസിക്കും. ഞങ്ങളുടെ മനസ്സിൽ തോന്നുന്നതല്ല ഞങ്ങൾ പബ്ലിക്കിലിടും. അല്ലാണ്ട് ഒരിക്കലും ഫേക്കായിട്ടുള്ളൊരിത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ നാട്ടുകാരെ ബോധിപ്പിക്കാനാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൂ കൊണ്ട് തന്നത് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്, ആ പൂ അദ്ദേഹം എടുക്കണമെങ്കിൽ 2 കൈ നീട്ടി സ്വീകരിക്കണം, അല്ലേ? അദ്ദേഹത്തിന് വേറൊരു പരിപാടിയും പറ്റില്ല, മറ്റൊരു കയ്യിലേൽപ്പിക്കണം. അതവിടെ കിടക്കട്ടെ, കിള്ളി കൊടുക്കുന്നതല്ല. അത്യാവശ്യം അത് ചെണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മേടിക്കാൻ പറ്റും. കാരണം അതൊരു കയ്യിൽ സൂക്ഷിക്കാം, അല്ലേ? ഇപ്പോൾ താമരയാണെങ്കിലും ജമന്തി ആണെങ്കിലും അദ്ദേഹം എടുക്കും, അത് കയ്യിൽ സൂക്ഷിക്കാം. ഇത് കിള്ളിയുടെ പല കാരണങ്ങളുണ്ടാവും. ഇത് വീഡിയോയിൽ കാണുന്നത് അങ്ങനെ തന്നെ വിഴുങ്ങാനാണെങ്കിൽ എത്ര പേരുടെ വിഴുങ്ങേണ്ടി വരും, അല്ലേ? ഉമ്മൻചാണ്ടി സാറിനെ എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ചപ്പോഴല്ലേ അദ്ദേഹം നല്ലതായത്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, എത്ര പേർക്ക് നല്ലത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ചെയ്തിട്ടുണ്ടോ? സ്വന്തം പോക്കറ്റിൽ നിന്ന് കഴിച്ചെടുത്ത് ഇല്ല. പിന്നെ എനിക്ക് മോദിജിയെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ വളർന്നത് കോൺഗ്രസ് പശ്ചാത്തലത്തിലാണ്. അപ്പോഴൊന്നും ഞാൻ താമര എന്ന് പറഞ്ഞത് ഭിത്തിൽ മാത്രമേ കണ്ടുള്ളൂ.
ഇപ്പം ഇതെന്താ സംഭവം എന്ന് എനിക്കറിയാൻ പാടില്ല, ഇലക്ഷൻ എന്താണെന്ന് അറിയാൻ പാടില്ല, പാർട്ടി ഇപ്പോഴും എനിക്കറിയാൻ പാടില്ല, പാർട്ടി എന്താണ് എന്തൊക്കെയുണ്ട് ഒന്നും അറിയാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വായം പൊളിച്ചിരിക്കും. എന്നിട്ട് ശരി അവർ പറഞ്ഞെല്ലാം ശരിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല. പക്ഷെ തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പറയാം ഇത് തെറ്റല്ലേ, ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മാറും എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലച്ചിന് വേണ്ടി, പിന്നെ ശോഭ മേഡത്തിന് വേണ്ടി. ഇപ്പം പി ടി തോമസ് സാറുണ്ടായിരുന്നെങ്കിൽ പി ടി തോമസിന് വേണ്ടി നിൽക്കും. പിന്നെ ഇവിടെയുള്ള സിദ്ദിഖിക്ക ഇലക്ഷൻ നിന്നിരുന്നെങ്കിൽ, ഷാഫിക്കും ഇലക്ഷൻ നിന്നിരുന്നെങ്കിൽ ഞാൻ അവർക്കും വേണ്ടി ഇറങ്ങും എന്ന് പറഞ്ഞ് ഞാൻ ആ പാർട്ടിയിലാവണമെന്നുണ്ടോ? ഇല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്യണം. അതൊരു പാർട്ടി ബേസിലല്ല. എനിക്ക് ഇപ്പോൾ ഗണേഷ് കുമാർ സാറിന് വേണ്ടി ഞാൻ പോസ്റ്റ് ഇടുന്നുണ്ട്. ഗണേഷ് കുമാർ സാറിന് വിളിച്ചു കഴിഞ്ഞാൽ പാർട്ടി സാർ നിൽക്കണോ, ഇലക്ഷൻ നിൽക്കണോ, എനിക്ക് വേണ്ടി നിൽക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലും. മോദിയുടെ ഒരു എന്താണ് ആ ഒരു പറഞ്ഞു വന്നതിൽ എനിക്ക് ഹീറോയിസം ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഗത്തടിക്കണ ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോദിജിയെ കാണുമ്പോഴത്തേക്കും എന്താ പറയുക, ഞാനേ കണ്ടിട്ടുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും എന്താ പറയുക, ഞാൻ കുഞ്ഞിലെ മുതൽ എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് ഇലക്ഷൻ്റെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും പ്രധാനമന്ത്രിമാരെ കണ്ടിട്ടുള്ളത് അത്ര ഗത്തായിട്ടുള്ള ആൾക്കാരൊന്നും കണ്ടില്ല. പക്ഷെ മോദിജി എന്ന് പറയുമ്പോഴത്തേക്കും വരുമ്പോൾ തന്നെ ഒരു ലുക്ക്, മാസ് ലുക്ക്, ആ ഒരു ബീജിയം ഒക്കെ ഭയങ്കര ഇഷ്ടം. എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടം, ബീജിയം ഭയങ്കര ഇഷ്ടം. എല്ലാ സിനിമയിലും ബീജിയം നല്ലതാണ് തന്നെ. ഞാനൊന്ന് ഡാൻസ് ചെയ്യും പബ്ബിൽ പോകുമ്പോൾ. ആ ഒരു മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ വരവും ആ നിപ്പൊക്കെ കാണുമ്പോൾ സത്യം ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പല വഴിക്കും പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചാൻസ് ഉണ്ടായിട്ടും കൂടി വേറെ പല കാരണങ്ങൾ കൊണ്ട് ഞാൻ തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട്. കാരണം എൻ്റെ കൂടെ എന്നെക്കാട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ കാണാൻ പറ്റാത്തൊരു കാര്യം ഞാൻ ചെന്ന് കാണുമ്പോൾ അതൊരു ഇതുപോലെ തോന്നി. അപ്പോൾ ഞാൻ വേണ്ട, അവർക്ക് പറ്റൂലല്ലോ, അപ്പോൾ ഞാനും പോകണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിവായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വലിയ പൊസിഷനെത്തും, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഫൈറ്റ് മാസ്റ്റർ ആവും. ആ ഫൈറ്റ് മാസ്റ്റർ ആയതിനു ശേഷം ഞാൻ സുരേഷ് ഗോപി സാറിൻ്റെ കൈ പിടിച്ച് മോദിജിയെ കാണാൻ ചെല്ലും. അന്ന് ഞാൻ മാസ് എൻട്രി നടത്തും. അന്ന് നല്ല അടിപൊളി കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കിണ്ണങ്കാച്ച ലുക്കിൽ അങ്ങോട്ട് ചെല്ലും. അത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള. സാറിന് ഓർമ്മ ഉണ്ടാവും, ഞാൻ സാറിന് ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറിൻ്റെ അടുത്ത് ഞാൻ വന്ന് നിൽക്കുന്നത് അതേപോലത്തെ ഒരു പൊസിഷനിലെത്തിയിട്ട് നേർക്ക് നേരെ വന്ന് നിൽക്കും, നല്ലച്ഛൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അന്ന് എൻ്റെ ഒപ്പം ഒരുപാട് പേര് നല്ലച്ഛൻ എന്ന് വിളിച്ചിട്ടുണ്ടാവും. ആ ഒരു പൊസിഷൻ എത്തുന്നവരെ ആരെന്തൊക്കെ വിചാരിച്ചാലും ശരി, എത്ര പേര് നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 10 പേര് നിന്ന് തല്ലിയാലും ഞാൻ നിന്നുകൊള്ളും, എനിക്കൊന്നും പറ്റില്ല. കാരണം അതൊരു ആത്മവിശ്വാസമാണ്. കാരണം ഇത്രയും പേര് എന്നെ ഉപദ്രവിച്ചിട്ട് എനിക്കൊന്നും പറ്റാണ്ട് ഞാൻ ഇതേപോലെ നിന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവം എന്നെ വിളിക്കേണ്ട സമയത്ത് വിളിക്കുള്ളൂ, ഞാൻ വീഴേണ്ട സമയത്തേ ഞാൻ വീഴുള്ളൂ. അതുവരെ ഏതവൻ വിചാരിച്ചാലും ശരി കാളെ വീഴ്ത്താൻ ഒറ്റെടുത്താൻ പറ്റില്ല. എത്ര കസര എടുത്തടിച്ചാലും ശരി, എന്തൊക്കെ വടി എടുത്തടിച്ചാലും ശരി, എവിടെക്കെട്ടൊക്കെ കുത്തിയാലും ശരി, എന്തൊക്കെ ചെയ്താലും ശരി, ഗ്ലാമർ എന്ന് പറഞ്ഞ സാധനം വെച്ചുകൊണ്ട് ഇറക്കാൻ മേക്കപ്പ് ഇട്ട് ഇറക്കണ ആളാണെന്നുണ്ടെങ്കിൽ ഈ പാട് എനിക്ക് ഭയങ്കര സങ്കടമായി പോകാനാണ്. ഈ പേപ്പട്ടി കടിച്ച പാട് ഞാനത് സങ്കടമൊക്കെ എടുക്കണില്ല. കാരണം ഞാൻ അവരുടെ ഭാര്യമാരല്ല അല്ലേ. ഞാൻ മേക്കപ്പ് ഇട്ട് മറ്റുള്ളവരൊക്കെ ഇമ്പ്രസ് ചെയ്യിക്കാൻ നടക്കുന്ന ആളല്ല. എൻ്റെ ആറ്റിറ്റ്യൂഡിൽ എനിക്ക് മറ്റുള്ളവരെ ഇഷ്ടം നേടിയാൽ മതി. ഞാൻ എങ്ങനെയാണോ ആ രീതിയിൽ ഞാൻ മറ്റൊരാളുടെ കുടുംബകലയ്ക്ക് ഒരു സാധനം സ്വന്തമാക്കാൻ ശ്രമിക്കല്ല. ഇല്ലെങ്കിൽ ഇല്ല. റേഷനരി ഉണ്ട്, ഇക്കാൻ്റെ കടയിൽ ചിക്കൻ ഇപ്പോൾ വിശക്ക് നിൽക്കാന്ന് പറഞ്ഞ ചേർന്നാൽ മദനി ചിക്കനിൽ നിന്ന് ചിക്കൻ ഫ്രൈ എത്തും. എത്ര വേണം പോളേന്ന് പറയിക്കോളൂ, അവിടെ എത്തും. ബിരിയാണി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി എത്തും. ബർക്കത്ത് ഹോട്ടലിൽ നിന്ന് ബിരിയാണി എത്തും. ഹോട്ടലിലുള്ള പേര് വല്ലതും എനിക്കറിയാൻ പാടില്ല. കാരണം ഞാൻ അവിടെ ചെന്ന് ഇക്ക എൻ്റെ കൂടെ വന്ന ആൾക്കാരെ മുഴുവൻ ഇത് ഇക്കാൻ്റെ കട, ഇത് ഇക്കാൻ്റെ കട, ഇതെല്ലാം ഒറ്റ ആളുടെ കടയാ, അല്ല ഇത് വേറൊരു ഇക്കാൻ്റെ കട, ഇത് വേറൊരു ഇക്കാൻ്റെ കട. പക്ഷെ എന്താണെന്നറിയോ, പട്ടിണിയില്ല. എത്രയൊക്കെ ഇവരൊക്കെ ശ്രമിച്ചിട്ടും എന്നെ പട്ടിണി കിടാൻ പറ്റിയിട്ടില്ല. ഈ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ സജീവമാകുന്ന വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടാവുമല്ലോ. എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ഈ കലാമണ്ഡലം സത്യഭാമ എൻ്റെ അടുത്ത് ഈ ഇന്റർവ്യൂ എടുത്തുകൊണ്ട് പോയ ആൾക്കാർ നീലക്കോയിൽ ഉൾപ്പെടെ അതൊക്കെ എടുത്തുകൊണ്ട് പോയതാ, ഒരാളും ഇട്ടിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, ഈ ഞാൻ അതാണ് പറഞ്ഞു തന്നെ, സത്യഭാമ മാത്രമല്ല ഇവിടെ ഉള്ള അതിന് ഉദാഹരണമുണ്ട്, പലരും ഉണ്ട്. ഈ ഫുൾ ബ്യൂട്ടി ആയിട്ട് വന്നാലാണ് പലരും അംഗീകരിക്കുക. വെളുപ്പോണ്ട് മാത്രമല്ല എല്ലാത്തിലും. ഇപ്പോൾ കമന്റ് ഞാൻ പറഞ്ഞില്ല, സണ്ണി ചേച്ചി ഉയർന്നു പറഞ്ഞതും ആ ഒരു കാറ്റഗറിപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ആരാണ് നല്ലതുള്ളത്? നമുക്ക് നമ്മൾ സ്വയം നന്നായാൽ അത്രയും നല്ലത്. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഗൗണൊക്കെ ഇട്ട് പെൺകുട്ടി ആകാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തിൻ്റെ തെറ്റാ അല്ലേ. ഇപ്പം നമ്മളൊരു പരാതിയായിട്ട് ഈ കോലത്തിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ആരെങ്കിലും മര്യാദ തരുമോ? തരില്ല. ഞാനൊരു സെറ്റ് മുണ്ട കൊടുത്തൊരു നല്ല ആറ്റത്തോട് വിളിച്ച് എനിക്ക് മര്യാദ കിട്ടും. അപ്പോൾ എവിടെയാണ് സത്യഭാമമാരുള്ളത്? സത്യഭാമന്മാർ എല്ലാവരും എടുത്തുണ്ട്. നമ്മൾ തിരിച്ചറിയണത് ഇതേപോലെ പൊട്ടിത്തെറിച്ച് പറയുന്ന ആൾക്കാരെ മാത്രമേ ഉള്ളൂ. പറയാണ്ട് ഉള്ളി വെച്ചിട്ട് നടക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? എനിക്ക് കൈകൂപ്പി എൻ്റെ വേഷം നോക്കാണ്ട് മര്യാദ തന്നെ എത്ര പേരുണ്ട്? എനിക്ക് ആ മര്യാദ തന്നെ ആൾക്കാരെ മതി. ബാക്കിയുള്ളവർ നമ്മൾ മൈൻഡ് വെക്കാൻ പോണില്ല. ഇപ്പോൾ സത്യഭാമമാരെ മൈൻഡ് വെക്കാതിരിക്കുക.
നമ്മുടെ വഴിയെ പോവുക. അവരെക്കാട്ടും വലിയ പൊസിഷനിക്കുമ്പോൾ എന്തിനാണ് അവരെ ഭയക്കണേ? അവരെ പോലെയുള്ള ആൾക്കാരെ ഭയക്കണം എന്തിനാണ്? അവരെന്തുകൊണ്ടാണ് അങ്ങനെ ഭയക്കണേ? അവർ ഈ പൊട്ടിത്തെറികൾ എന്തുകൊണ്ടാണ് ഈ ഗ്ലാമറിൻ്റെ പേരും പറഞ്ഞിട്ട്? അവർക്ക് അതും ആ വെളുപ്പും വെച്ചിട്ട് അവർക്ക് ഒരിടത്ത് എത്താൻ പറ്റാത്ത എൻ്റെ ദേഷ്യം അല്ലേ? ഞാൻ ഈ രൂപം വെച്ചിട്ട് ഞാനിവിടെ എത്തിയെങ്കിൽ അതെൻ്റെ തൻ്റെടാ. ആ ഗ്ലാമറും വെളുപ്പും വെച്ചിട്ട് അവർക്ക് ആ വഴിയെ പോയെങ്കിൽ അതവരുടെ വേറല്ലേ? ഈ പറഞ്ഞ പോലെ 25-ാമത്തെ വയസ്സിൽ സിനിമക്കകത്തോ 21-ാമത്തെ വയസ്സിൽ സിനിമയ്ക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാമറാകാൻ വലിയ പാടുണ്ടായിരുന്നു. ഞാൻ ആ വഴിക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങി എൻ്റെ മുഖം എനിക്കാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ അതിന് പുറകെ പോയിട്ടില്ല. പണം ഉണ്ടാക്കാൻ പോകാനാണെങ്കിൽ എത്ര വഴികളുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം മക്കൾ പട്ടിണി കിടക്കുമ്പോൾ ഒരമ്മ സ്വന്തം ശരീരം വിറ്റിട്ടുണ്ടെങ്കിൽ ആ അമ്മക്ക് ഒരു അമ്പലം പണിത് കൊടുക്കാം. സ്വന്തം ഗ്ലാമർ നിലനിർത്താൻ വേണ്ടി ഒരു പെണ്ണ് സ്വന്തം ശരീരം വിറ്റിട്ടുണ്ടെങ്കിൽ അവൾക്ക് നമുക്ക് ചെരുപ്പ് മാലിടാം. ഞാൻ ആദ്യത്തെ കാറ്റഗറിയിലോടുള്ളൂ, രണ്ടാമത്തെ കാറ്റഗറിയിൽ ഒരിക്കലും പറ്റില്ല. ലാസ്റ്റ് ഒരു ചോദ്യം കൂടി. ആദ്യമായി സ്വന്തം ശരീരം ഉപയോഗ വസ്തുവാണ് എന്ന് മനസ്സിലാക്കി തന്ന ആളിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഓർമ്മയുണ്ടോ? അത് മറക്കാൻ പറ്റാത്തത്. അത് എത്രാമത്തെ വയസ്സിലായിരുന്നു? 15-ാമത്തെ വയസ്സിൽ. അന്ന് എന്താ പറയുക, ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ വരുന്നവൻ്റെ എന്താ പറയുക, നമ്മൾ കുഞ്ഞാണ്, ബാല്യമാണ് എന്നൊക്കെ ഒന്നും പോലും ചിന്തിക്കാതെ നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാൻ കെട്ടിയിട്ടിട്ട് എന്ത് മനുഷ്യത്വം ഇല്ലാണ്ട് പെരുമാറാൻ കുറപ്പുണ്ടല്ലോ. അത് പിന്നീട് പച്ചയായിട്ട് പറഞ്ഞവരുണ്ടല്ലോ. അത് ചെയ്യാഞ്ഞിട്ടും കൂടി എന്നിങ്ങനെ യൂസ് ചെയ്തു എന്ന് പറയുന്നവർ. പക്ഷേ എനിക്ക് അറപ്പോന്ന് എന്താണെന്നറിയോ, ഇത് പിന്നീട് ഇത്രയും വലുതായിട്ടും കൂടി എൻ്റെ പിന്നാലെ വന്നെന്നുള്ള ഇത് പബ്ലിക്കിൽ വിളിച്ചു പറഞ്ഞിട്ടും കൂടി ഞങ്ങൾ ഇന്ന പോലെ അവനിങ്ങനെ യൂസ് ചെയ്താണ്, ഇവനിങ്ങനെ യൂസ് ചെയ്താണെന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ഞാനൊരു 3 വർഷം മുമ്പ് പബ്ലിക്കിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ഞാൻ പബ്ലിക്കിൽ തുണിയിലാണ്ട് നിൽക്കാം, യൂസ് ചെയ്തവന്മാരുടെ ഭാര്യമാരെ വിട്, ഇവന്മാർ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും പാടെൻ്റെ ദേഹത്തുണ്ടാന്ന് ഒന്ന് നോക്ക്, എന്നിട്ട് പറയുവന്മാർ യൂസ് തന്നെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ബാധിക്ക് വന്നിട്ട് വെള്ളം ചോദിച്ചിട്ടും കുടിച്ചിട്ടും പോയവന്മാരോട് ഞാൻ ചോദിക്കണം, നീയൊക്കെ 10 പേരോട് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ശരീരത്തിൽ ഇത്രയും പാടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇവന്മാർ പറഞ്ഞ ഏതെങ്കിലും പാടെൻ്റെ ദേഹത്തുണ്ടാന്ന് പബ്ലിക്ക് നിൽക്കുന്നവരാ നോക്കെന്ന് പറഞ്ഞു അല്ലേ? ഇവന്മാർ പറയുമല്ലോ എന്നെ പോലെ ചെയ്ത് ഇങ്ങനെയൊക്കെയാണ്, അടയാളം ഇങ്ങനെയൊക്കെയാണ്, പറയട്ടെ എന്നും പറഞ്ഞ് നിന്ന ആളാണ് ഞാൻ. കാരണം അതൊരു പ്രതിഷേധമാണ്. കാരണം യുവന്മാരൊക്കെ പറഞ്ഞു നടക്കണം എൻ്റെ ശരീരത്തിൽ അവിടെ പാടണ്ട ഇവിടെ പാടുന്നു, നോക്കട്ടെ, ഭാര്യമാരും നോക്കട്ടെ, എന്തേ ധൈര്യമില്ലാത്ത. പിന്നെ ഇവർ പറഞ്ഞു 10 വയസ്സുള്ള എന്നെ ഇങ്ങനെ യൂസ് ചെയ്തു, 15 വരെ എന്നെ യൂസ് ചെയ്തുകൊണ്ടോന്നു. ശരിക്കും എൻ്റെ പോസ്കോ നിയമപ്രകാരം കേസ് എടുക്കണ്ടല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ ഈ 30-ാമത്തെ വയസ്സിൽ ഞാൻ കേസ് തരുന്നു, എന്നെ ഇത്ര പേര് യൂസ് ചെയ്യുന്നു, എനിക്ക് ഇത്ര വയസ്സിൽ ഇതുണ്ടെന്ന് ഈ നാട് മൊത്തം അറിയുന്നതാണ്. എന്തുകൊണ്ട് നിങ്ങൾ പോലീസുകാർ കേസ് എടുക്കണില്ല? അതെൻ്റെ തെറ്റാണോ? 15 വയസ്സ് സ്വന്തം ശരീരം വിറ്റാൽ കാശ് കിട്ടും എന്നുള്ളത് ആരാണ് അറിയണേ? ഒരു കുട്ടിക്കറിയോ? അങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് പോലീസുകാർ പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസിനെതിരെയല്ലേ ഞാൻ കേസ് കൊടുക്കണ്ടേ? എനിക്ക് കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ, ഒരു കേസ് കൊടുക്കില്ലല്ലോ, ഒരു നിയമം എടുക്കില്ലല്ലോ. അതങ്ങനെയാണ് നമ്മുടെ നാടങ്ങനെയാണ്. യൂസ് ചെയ്യാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് നിൽക്കില്ല. നമുക്ക് വേണ്ടത് എടുക്കുക, അല്ലാത്ത തള്ളിക്കളയാ, അത്രേ ഉള്ളൂ. ഈസി മെത്തേഡ്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെയും കയറി വന്നിട്ട് നല്ല ഇടി കൊടുക്കുക, അതാണ് ധൈര്യം. അടക്കവും ഒതുക്കവുമുള്ള നല്ല പെണ്ണാണ് എന്ന് 10 പേരെ കൊണ്ട് പറയിക്കുന്നതല്ല, ജീവിത സാഹചര്യങ്ങളെ നേരിട്ട് ചങ്കുറപ്പോടെ മുന്നോട്ട് പോകുന്നവളാണ് യഥാർത്ഥ പെണ്ണ്. അത് തെളിയിച്ചിരിക്കുകയാണ് ധന്യ എന്ന ഫൈറ്റ് മാസ്റ്റർ കാളി. കാളിയുടെ ജീവിത വിശേഷങ്ങളാണ് മലയാളി വാർത്തയിലൂടെ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത്. ക്യാമറാമാൻ രാജീവ് ആയാപ്രമിനോടൊപ്പം ധന്യ ശേഖരൻ.